ഷേക്സ്പിയറിനെ അറിയാമല്ലോ, പുള്ളിയാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്, രണ്ടാം പ്രതിമ. പുള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. ലെസ്റ്റർ സ്ക്വയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ ലെസ്റ്റർ സ്ക്വയറും അതുപോലെ തന്നെ ചൈന ടൗണുമാണ് കവർ ചെയ്യുന്നത്. എന്നെ എല്ലാവർക്കും അറിയാമല്ലോ, വാടിൽ ഡോട്ടിദാസ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ആണ് മെയിനായിട്ട് യൂറോപ്പിലെ ഫിലിംസിൻ്റെയൊക്കെ ഫസ്റ്റ് ഷോ പ്രീമിയർ നടക്കുന്നത് ഇവിടെയാണ്. അതായത് ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർസ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കാണാം. അവർ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ തരും. ഇവിടെ വെച്ച് കാണാം. അവരുടെ കൂട്ടിൽ നിന്ന് നമുക്ക് ഷോ കാണാം. ഫസ്റ്റ് ഫിലിം ഷോ. പല തിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെയൊക്കെ. ഞാൻ കാണിച്ചു തരാം തിയേറ്റേഴ്സ്. അതുപോലെ തന്നെ ചൈന ടൗൺ, അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. സൈക്കിൾ റിക്ഷ കണ്ടോ, സൈക്കിൾ റിക്ഷ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. ഇലക്ട്രിക് സാധനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കണ്ടോ അവിടെയുണ്ട്. അല്ലല്ല, ചവിട്ടുക കേട്ടോ, ഇലക്ട്രിക് ഒന്നും അല്ല, ചവിട്ടുക. ഇത് വില്യം ഷേക്സ്പിയർ ഇരിക്കുന്നുണ്ടോ. പുള്ളി നല്ല ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ സ്റ്റൈലിലിങ്ങനെ നിൽക്കുക. ഈ റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. അതായത് ഫിലിംസിൻ്റെയൊക്കെ. ഈ ഫ്രണ്ടിൽ കാണുന്ന എല്ലാം തിയേറ്റേഴ്സാണ്. നമ്മുടെ രാവണിൻ്റെ പ്രൊമോഷന് ഇവിടെ നമ്മുടെ പൃഥ്വിരാജ് വന്നിരുന്നു. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള എല്ലാ സിനിമ നടന്മാരും ഒക്കെ ഇവിടെ വരാം. അവർ ഷൂട്ട് ചെയ്യാമെന്ന് അവർക്ക് മനസ്സിലാവും. അതാ അവർ ഹലോ എന്ന് പറഞ്ഞു വന്നത്. ഇവിടെ മൊത്തം തന്നെ പാട്ടും മേളവും കാര്യങ്ങളൊക്കെയാണ്. ഇതേ ഒരാൾ തന്നെ ഇവിടെ നിന്ന് പാടുന്നുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ക്യാസിനോ, അതുപോലെ തന്നെ സിനി വേൾഡ്. അതൊക്കെ സിനി വേൾഡിലാണെങ്കിൽ ഒത്തിരി ഇതുണ്ട്, നമ്മുടെ തിയേറ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇതാണ് ലെസ്റ്റർ സ്ക്വയർ, ലണ്ടൻ.
തിയേറ്ററുകളാണ്. നമുക്കിവിടെ നിന്ന് നടന്ന് അടുത്ത ചൈന ടൗണിലോട്ട് പോകാം. നമ്മളിപ്പം ചൈന ടൗണിലാണ്. ഇതാണ് ലണ്ടനിലെ ചൈന ടൗൺ. വേണ്ടേ സൈക്കിൾ റിക്ഷയൊക്കെ വരുന്നുണ്ട്. ചൈന ടൗണിൻ്റെ കവാടമാണിത്. എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിനകത്ത് മൊത്തം ചൈനീസ് റെസ്റ്റോറൻറ്റ്, ചൈനീസ് ഫുഡ് ഐറ്റംസ്, ചൈനക്കാരുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നിറച്ച് ചൈന ആൾക്കാരുണ്ട് ഇവിടെ. മൊത്തം സാധനങ്ങളുണ്ട്. ഒരു പുള്ളി ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുകയാണ് പുള്ളി. മൊത്തം കളർഫുള്ളാണ്. നൈറ്റ് വരുവാണെങ്കിൽ നല്ല കളർഫുള്ളാണ്. നല്ല ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ. ഈ കിടക്കുന്ന ഈ റെഡായിട്ട് കിടക്കുന്ന എല്ലാം കത്തും. അല്ലാണ്ട് പിള്ളേരെ കളിപ്പിക്കാനായിട്ട് മിക്കി മൗസ് ഇതാ നിൽക്കുന്നത്. കണ്ടാ മിക്കി മൗസ്. അവർ സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല മണമുണ്ട്. ഫുഡിൻ്റെ മണമാണ്. നല്ല മണം. ഇതേ നല്ല കളർഫുള്ളായിട്ടുള്ള ടൗണാണ്. റിവേഴ്സ് നടക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? സൈഡിൽ മൊത്തം ചൈനീസ് റെസ്റ്റോറൻറ്റുകളാണ്. കാണുന്നുണ്ട് റെസ്റ്റോറൻറ്റുകളിൽ ഇവിടെ ഫുഡിൻ്റെ, ചൈനീസ് ഫുഡിൻ്റെ എല്ലാം ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളും പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തനി ചൈനീസ് ഐറ്റംസാണ്. ചൈന കിട്ടുന്ന തന്നെ സാധനം. നമ്മുടെ നാട്ടിൽ ചൈനക്കാരുടെ സാധനം കിട്ടുന്ന നമ്മുടെ ടേസ്റ്റിലുള്ള സാധനമാണ് കിട്ടുന്നത്. പക്ഷേ ഇതങ്ങനല്ല. ഇത് കറക്റ്റ് ചൈനീസ് ഫുഡ് തന്നെയാണ്. ആ ടേസ്റ്റ് ആയിരിക്കും. മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. മൊത്തം അതേണ്ട ഒരു പുള്ളി എന്തോ കാണിക്കുന്നുണ്ട്. അഭ്യാസം മ്യൂസിക്കൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ചൈന ടൗണിൽ വരുന്നത്. ഇതുവരെ ഞാൻ ചൈന ടൗണിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ചൈന ടൗണിൽ വരുന്നത്. കാരണം നമ്മുടെ ചക്ക ഇവിടെ ഇരിപ്പുണ്ട്. ചക്ക കാണാൻ കിട്ടുന്ന ഭയങ്കര അത്ഭുതമാണ്. കിലോ കണ്ടോ? 9.99. ഏതാണ്ട് 1 കിലോയ്ക്ക് 1000 രൂപ വില.
നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ്, വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലും റെസ്റ്റോറൻറ്റ്സാണ്, മൊത്തം റെസ്റ്റോറൻറ്റുകളാണ്. ഉണ്ട് ഒരു ഷോപ്പ് ഉണ്ടോ? വേണ്ട വേറെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കൊള്ളാത്തില്ലെങ്കിലും കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം, കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം. അഭിപ്രായങ്ങൾ പറയണം, എന്നാലേ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ.